നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ചിരിക്കാൻ പോകുന്നതിന് മുമ്പ് ചിരി കാണാനും നമ്മുടെ എപ്പിസോഡിൽ മനസ്സോർന്ന് ചിരിക്കാനും കറുകച്ചാൽ ഗ്രാമപഞ്ചായത്തിലെ കുറച്ച് അമ്മമാരും ചേച്ചിമാരും വന്നിട്ടുണ്ട്. ഹരിതകർമ്മസേനയിൽ പ്രവർത്തിക്കുന്നവരാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീർക്ക, ബിജുക്കുട്ടൻ ചേട്ടാൻ, പ്രസാദ് ഏട്ടായി. നമസ്കാരം. സ്കിറ്റ് എടുക്കട്ടെ? ഞങ്ങൾ റെഡിയാണ്. പക്ഷെ സ്കിറ്റ് എടുക്കുന്നതിന് മുമ്പ് ഇന്ന് നമുക്ക് രണ്ട് സ്പെഷ്യൽ ഗസ്റ്റുകളുണ്ട്. ജങ്കാർ എന്ന് പറയുന്ന ജൂലൈ 4 റിലീസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമയുടെ വിശേഷങ്ങൾ നമ്മളോട് പറയാൻ, നമ്മളുടെ സ്കിറ്റ് കണ്ട് ആസ്വദിക്കാൻ, ചിരിക്കാൻ രണ്ട് സുന്ദരി നായികമാർ വന്നിട്ടുണ്ട്. ഗൈസ് വിളിക്കട്ടെ? ഇപ്പോഴാണെന്ന് തെളിഞ്ഞത്. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയിലേക്ക് ലെറ്റ്സ് വെൽക്കം ശ്വേത മേനോൻ ആൻഡ് രേണു സൗണ്ട്. നമസ്കാരം. എപ്പോഴത്തെ പോലെ സുന്ദരിയായിട്ടിരിക്കുന്നു. എന്താണ് വിശേഷം? അതന്നെയാ, സെയിം സുന്ദരി. എന്തൊക്കെയാണ് പുതിയ വിശേഷം? പുതിയ നമ്മുടെ ജൂലൈ 4 ഇറങ്ങാൻ പോകുന്ന ജങ്കാർ സിനിമ, അതിന്റെ വിശേഷമാണ്. ആൻഡ് ആക്ച്വലി നമ്മുടെ കുടുംബം ഇത്ര ചെറുതൊന്നല്ല കേട്ടോ, വലിയ കുടുംബമാണ്. പക്ഷെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട് പ്രൊമോഷന്. അതുകൊണ്ട് നമ്മൾ 2 പെണ്ണുങ്ങൾ ഇവിടെ, ബിക്കോസ് 4 ഗുഡ് ലുക്കിംഗ് മെൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 2 സുന്ദരിമാർ ഇവിടെ. അത് അത്രയും പറഞ്ഞ സ്ഥിതിക്ക് നസീർക്ക വെൽക്കം ചെയ്യ്. എനിക്കിനി എന്റെ കയ്യിൽ നിന്ന് പോയി. എന്തായാലും നമ്മുടെ ഈ കുടുംബത്തിലേക്ക് ആദ്യം ഒരു സ്വാഗതം നേരുന്നു. പടത്തിന് വേണ്ടിയിട്ട് പ്രൊമോഷന് വേണ്ടിയിട്ട് വന്നതാണെങ്കിൽ ഇതിനു മുമ്പ് വന്ന് ഈ കുടുംബമായിട്ട് നല്ല ബന്ധമുള്ള ആളല്ലേ. അതെ. അപ്പൊ സിനിമ നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യം ഇവരെ ഒന്ന് റിലാക്സ് ചെയ്ത് സ്കിറ്റൊക്കെ കണ്ടൊന്ന് റിലാക്സ് ആവട്ടെ. വിശേഷങ്ങൾ ചോദിക്കാം. അപ്പൊ പിന്നെ കാര്യങ്ങളെല്ലാം നമുക്ക് ചകഞ്ഞെടുക്കാൻ പറ്റും. അതെ, അതാണ് ചേട്ടാ. അതെന്തായാലും വളരെ സന്തോഷം. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് സിനിമയിൽ കണ്ട് പരിചയമുള്ള വളരെ ഇഷ്ടപ്പെട്ടൊരു നടിയാണ്. പിന്നെ അത് തന്നെയല്ല, ഒരു സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റി ശ്വേതാജിയുടെ കൂടെ. എന്തായാലും നമ്മുടെ കൂടെ വന്നതിലും നമ്മുടെ കൂടെ ഇരിക്കാനൊക്കെ പറ്റിയാലും എനിക്ക് വളരെ സന്തോഷം. സ്വാഗതം. താങ്ക് യു. സ്വാഗതം. ശ്വേതയായിട്ട് പലപ്പോഴും ഫോണിൽ പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിക്കും. പക്ഷെ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ട് ചേരുന്നില്ല. പലപ്പോഴും നമ്മൾ ഇതിനു മുമ്പും കണ്ടത് ദുബായിൽ വെച്ചാണ് അല്ലേ. അന്ന് ഞങ്ങൾ അടുത്തടുത്ത മുറിയിലായിരുന്നു. അന്നും കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. അടുത്ത ഷോയിൽ വരാമെന്നൊക്കെ പറയും. പക്ഷേ നമ്മളായിട്ട് അങ്ങോട്ട് അടുത്തിട്ടില്ല ഇതുവരെയും. രേണുവായിട്ട് പിന്നെ അറിയാം, മുമ്പൊക്കെ നല്ല ബന്ധമുണ്ട്. പിന്നെ രേണുവോട് എനിക്കൊരു പ്രത്യേക താല്പര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരി, ഞാൻ ഇപ്പം വരക്കുന്ന കൂട്ടത്തിലാണ്. വരക്കുന്നവരെയൊക്കെ എനിക്ക് പ്രത്യേക താല്പര്യമാണ്. കേരള കലാപീഠമൊക്കെ ആയിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. എന്തോ ഓർമ്മയാണെന്ന് നോക്കിയല്ലേ, ഇന്ന് രാവിലെ എന്നെ കണ്ടപ്പോ ആരാന്ന് വെച്ചാ അല്ലല്ല, ദൂരെ നിന്ന് കണ്ടപ്പോൾ ആളെ കണ്ണിന്റെ പ്രശ്നം കൊണ്ടാ. അതെ, അല്ല എന്റെ പ്രശ്നമൊന്നുമില്ല. എന്റെ ഇടയിൽ കൂടെ ഒരു ഭാരതരുണ്ടായിരിക്കും. അപ്പൊ ചിരിക്കാം അല്ലേ? നമുക്ക് ആദ്യം ഇരുന്നൊന്ന് ചിരിക്കാം, റിലാക്സ് ചെയ്തിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. ശരി. അപ്പൊ ഒരിക്കൽ കൂടെ 2 പേർക്കും നമ്മുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. ഇരുന്നാട്ടെ. താങ്ക് യു. എല്ലാവരും റെഡിയാണെങ്കിൽ ഫസ്റ്റ് സ്കിറ്റ് വിളിക്കാം. കൊച്ചു പ്രതിവേട്ടനുണ്ട്, അമലുണ്ട്, ജാസ്മിനുണ്ട്. ഒരു നല്ല കൈഡി. കളഭം ചാർത്തും കനകക്കുന്നിൽ മരുവും താലോലം കിളികൾ പതിവായേവം ഒന്നായി പാടും കനിയുടയോരേ. അപായ ചിഹ്നവത് അങ്ങോട്ടാണോ? എന്റെ അപ്പൂപ്പനൊരു 2ാം ഘട്ടം ആലോചിക്കാൻ വേണ്ടിട്ട്. സമാധാനായി. അപ്പൂപ്പനെ വിളി കേട്ട് ഒരു ദിവസം തുടങ്ങി. ഇനി ഞാൻ പൊളിക്കും. അല്ല, നിങ്ങൾ ആരാ? ഞാൻ ഓമനക്കുട്ടൻ. നിങ്ങളാണോ ഓമനക്കുട്ടൻ? പിന്നെ നീ എന്നെ വിചാരിച്ച ഞാൻ ഷട്ടിൽ കോർക്കാന്നോ? ഞാൻ ഇതുപോലൊരു സാധനം കണ്ടിട്ടുണ്ട്. എവിടെ? മുളയ്ക്കാൻ നിൽക്കുന്ന തേങ്ങനകത്ത് പൊങ്ങ്. അതോട് ഒരുപാട് പൊങ്ങല്ലേ? അതല്ല, നിങ്ങളല്ലോ ഇന്നലെ ലാബിന്റെ അവിടെ കിടന്ന് ഒച്ചമ്പോളം ഉണ്ടാക്കി. ഞാനാ. എന്തിനായിരുന്നു? എന്റെ പൊന്നെടുക്ക ഒന്നും പറയണ്ട. ഞാൻ ഇന്നലെ എന്റെ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്താ. അതിന്റെ റിസൾട്ട് വന്നപ്പോ എനിക്ക് പ്രാന്ത് പിടിച്ചിട്ട് ഞാൻ ഇറണ്ടാക്കിയ. റിസൾട്ട് വന്നതിന് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? റിസൾട്ട് വന്നപ്പോ ഞാൻ ഗർഭിണി. എനിക്കാണെങ്കിൽ നാണം വന്നിട്ട്, ദേഷ്യം വന്നിട്ട് അവന്റെ കാലാല അടിച്ചാലോ പൊടിച്ച കേട്ടാ. നിങ്ങൾ ഈ സമയത്ത് ഇങ്ങനെ ഇളകല്ലേ കേട്ടോ. ഗർഭിണികൾ ഇളങ്ങിക്കൂടാ. ഞാൻ ഗർഭിണി അല്ല. ശാസ്ത്രം പറഞ്ഞല്ലോ നിങ്ങൾ ഗർഭിണിയാന്ന്. പറഞ്ഞാൽ ഞാൻ ഗർഭിണിയാവോ? എടാ, അത് ടെക്നിക്കൽ ഇഷ്യൂ. ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഇല്ല. തലയിലെങ്ങാനോ ഗർഭം മോളെ. എടാ, അതെന്നെ സംഭവം അറിയാമോ?
എടാ ഈ 1-ാം തീയതി സാധനം കിട്ടാനില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ തലയ്ക്ക് പ്രാന്ത് പിടിച്ച് കവലക്കായിട്ട് ഇറങ്ങിയപ്പോ അവിടെ മറ്റേ ഡ്രഗ് ഫ്രീ ക്യാമ്പയിൻ. ഞാൻ വിചാരിച്ചു ഡ്രഗും എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കണം. ആ ചേച്ചിയുടെ അടുത്ത് ഒരു ടെണ്ണമ്മല എനിക്ക് തരാമെന്ന് ചോദിച്ചു. അത് മാത്രം ഓർമ്മയുള്ള ആ തള്ള മൈക്ക് സ്റ്റാൻഡ് എടുത്തൊരു ഒറ്റ താങ്ങ്. പിന്നെ ഞാൻ കണ്ടത് പറക്കണ നക്ഷത്രം ഈ കറങ്ങണ ഫാനും. അപ്പൊ കുന്തളിച്ച് ആശുപത്രി വന്നതാ അങ്ങനെ ഞാൻ പറയാം. അല്ല ഈ മുഖത്ത് കാണുന്ന പാടും അങ്ങനെ വന്നതാണോ? അതല്ല അത് അച്ഛന്റെ ചിതാഭസ്മം ഒഴുക്കാൻ പോയപ്പോ കിട്ടിയതാ. ചിതാഭസ്മം ഒഴിക്കാൻ പാട് വരുമോ? അത് ഞാൻ കൊണ്ടുപോയി ഗോവയില ഒഴുക്കിയത്. അതിന് ഇവിടെ ഒഴുക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണോ ഗോവയിൽ ചെന്ന് ഒഴുക്കിയത്? അച്ഛന്റെ സ്വഭാവം അനുസരിച്ച് മോക്ഷം കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ഗോവ അല്ലെങ്കിൽ പട്ടായ. എന്നിട്ട് ചെന്ന് ഒഴുക്കിയോ? എങ്ങനെ ഒഴുക്കില്ലെന്ന്? അതിനാ എടാ ഇത് കൊണ്ടുപോയി കടലിൽ കലക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല മതാമാർക്ക് മാനമര്യാദയ്ക്ക് കുളിക്കാൻ പറ്റുമോ? അത് കാരണം ഞാൻ ഈ ചിതാഭസ്മം പറത്തിയൊക്കെ വിട്ടു. അതെന്തിനാ പറത്തി വിട്ടത്? അങ്ങനെയാണെങ്കിൽ പറന്ന് നടന്ന് എല്ലാ സീനും പിടിച്ച് സമാധി ആയിക്കോളും. ആണല്ലേ? എന്നിട്ട് തിരിച്ചിങ്ങോട്ട് വന്ന വഴിക്ക് ഒരു സായിപ്പ് മതാമയങ്ങളും കൂടി കൊടയുടെ അടിയിരിക്കുക, നല്ല മഴയും. ഓടി ഞാൻ അതിനകത്തൊക്കെ ഒറ്റ കയറ്റം. എന്നിട്ടോ കടൽ ഞണ്ട് ഇറക്കാൻ വന്നാന്നും പറഞ്ഞിട്ട് എന്നെ പിടിച്ചോ ഒറ്റയേറെ 2 കിലോമീറ്റർ അപ്പുറത്ത്. 2 കിലോമീറ്റർ അപ്പുറത്തോ? എന്നാ നിങ്ങൾ കടൽ ഞണ്ടിന്റെ ഫിഗർ മാത്രല്ല, നിങ്ങൾ കടൽ ഞണ്ടിന്റെ വർക്കും ചെയ്ത് കാണും. എത്ര തവണ മദാമേനെ ഇറക്കി? ഒരു പ്രാവശ്യം ഇറങ്ങി 2 കിലോമീറ്റർ അപ്പുറം പോയി വീഴോടോ? 2 പ്രാവശ്യം. 2 പ്രാവശ്യം ഒന്നും അല്ല, അങ്ങോട്ടും എങ്ങോട്ടും ഇല്ല, ഒരു 5 പ്രാവശ്യം ഇറക്കി. 5 പ്രാവശ്യമോ? ഇനി ഇറുക്കുമല്ല വേണ്ടത്, പിന്നെ ഒഴുക്കി കളയോ വേണ്ടത്? പിന്നെ നിനക്ക് എന്നെ പറ്റിയാടാ? എന്റെ പൊന്നു ചേട്ടാ ഒന്നും പറയണ്ട. ഞാൻ ഈ തലയിൽ മുഴയൊക്കെ വെച്ച് ചോദിച്ചാലടാ എന്തെങ്കിലും പറ. അതാണോടോ ഞാൻ പറയുന്നത്? ഒന്നും പറയണ്ടെന്നുള്ള കഥയുടെ തുടക്കം. കഷ്ടം പറയടാ. അതല്ലടാ പറഞ്ഞില്ലേ ഒന്നും പറയണ്ട. നീ എന്താ ഈ ഒന്നും പറയണ്ട, പറയാതെ എനിക്ക് കഥ പറയാൻ പറ്റത്തില്ല. എന്നാ നീ പറ. എന്റെ പൊന്നു ചേട്ടാ നീ പറഞ്ഞ ഞാൻ നിന്നെ ഇരിക്കും. എന്റെ ചേട്ടാ എനിക്കൊരു പെണ്ണിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്റെ ആത്മാർത്ഥമായ സ്നേഹം അവള് മനസ്സിലാക്കാൻ വേണ്ടി എന്റെ വിരൽ മുഴിച്ച് ആ രക്തം കൊണ്ട് ഞാൻ അവർക്ക് ലവ് ലെറ്റർ എഴുതി കൊടുത്ത് അതിന് നാട്ടുകാർ പട്ടിയെ തല്ലട പോലെ തല്ലി ചേട്ടാ. എടാ നീ രക്തം കൊണ്ട് ലെറ്റർ ചെയ്തതിന് നാട്ടുകാർക്ക് തന്നെ കുഴപ്പം? അവക്ക് രക്തം കണ്ടാ തലകറങ്ങുന്നു. അവൾ ഈ ലെറ്റർ വായിച്ചും തലകറങ്ങി നേരെ റോട്ടിലേക്ക് ലെറ്റർ കൊടുത്ത് കൊല്ലാൻ നോക്കുന്നോളാ പട്ടി എന്ന് പറയാ ചേട്ടാ എന്നെ അവര് പിടിച്ചിടിച്ചത്. അല്ല നിന്നെ നോക്കാൻ ആരുമില്ലേ? എന്നെ നോക്കാൻ നിങ്ങളില്ലേ? അതല്ലെന്ന് എടാ ആശുപത്രി കിടക്കുമ്പോ കൂടെ ഒരു ബെസ്റ്റ് ഡോക്ടർ വേണ്ടേ? ഡോക്ടറോ? എന്നതിന് കൂടെ ഒരാൾ നിൽക്കൂലേ? അയ്യോ എന്റെ വർണ്ണപ്പ കിട്ടേ, അത് ബെസ്റ്റ് ഡോക്ടർ അല്ല, ബൈസ്റ്റാൻഡർ. എന്നെ ബെസ്റ്റ് സ്റ്റാൻഡിങ്ങിലാവട്ടെ. ആ പുള്ളി ഇല്ലേ? ആ പുള്ളി ഇല്ല. ആ പുള്ളി ചെവി കേൾക്കാത്തൊരു അപ്പൂപ്പനായിരുന്നു. ഞാൻ പറഞ്ഞു വിട്ട്. ഞാൻ പുള്ളിയോട് പറഞ്ഞു ഈ മറ്റേ ഫ്ലാസ്കിനകത്ത് ഇച്ചിരി ചായ മേടിച്ചോണ്ട് വരാം. പുള്ളി ഫ്ലെക്സയിൽ ഒരു ചായയുടെ പടം കൊണ്ട് രാവിലെ കയറി വന്നേക്കും. പിന്നെ ഞാൻ പുള്ളിനെ ഇവിടെ നിർത്തേണ്ട വല്ല കാര്യമുണ്ടോ? ആ പുള്ളിനെ കൊല്ലാൻ പാടില്ലായിരുന്നു. ഞാൻ ആദ്യം അത് ആലോചിച്ചതാ. പിന്നെ ഞാൻ ഓർത്ത് അണയാൻ പോണ തീ ഞാനായിട്ട് എന്തിനാ ഊതിക്കെടുത്തത്? അതുകൊണ്ട് ഞാൻ പുള്ളി കണ്ടോ കേട്ടാ, ഞാനിവിടെ മൂത്രത്തിപ്പഴുപ്പായിട്ട് വന്നപ്പോഴും എനിക്ക് കിട്ടിയത് പാരസെറ്റാമോൾ, പനിയായിട്ട് വന്നപ്പോഴും എനിക്ക് തന്നത് പാരസെറ്റാമോൾ, ആണ്ട് ഇടി കിട്ടി വന്നപ്പോഴും പാരസെറ്റാമോൾ. അതെന്നാ സംഭവം അറിയാമോ? എടാ നമ്മുടെ ഇന്ത്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൂടുതലാ. അതാണ് പാരസെറ്റാമോള്. ഏതെങ്കിലും ഒരു ആശുപത്രിയിലെ പാരസെറ്റാമോൾ തന്നുണ്ടോ? എന്താണ് പറഞ്ഞ ലേഡീസ് ഫസ്റ്റ് ആണല്ലേ? അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ കാണിക്കാൻ പോവാ. അയ്യോ ചോദിക്കാൻ മറന്നു. ആണോ? ആപ്പിള് വേണമായിരുന്നോ? കിട്ടിയ കൊള്ളായിരുന്നു. എന്നാ ആശുപത്രിയുടെ പുറകിലത്തെ അവിടെ ഉണ്ട്, പോയി എന്റെ ഉണ്ടാക്കിയിട്ട് നോക്കിയിരിക്കാണ്ട്. എന്നാ പട്ടി നല്ല ഏലക്കായിട്ട ചായ ഡോറിന് എടുക്കട്ടെ. എനിക്കങ്ങ് വേണ്ട. എടാ വേണമെന്ന് പറയടാ. എന്തിനാ? നീ അടിച്ച കൗണ്ടർ തിരിച്ചടിച്ചില്ലെങ്കിൽ ഞാൻ നാണം കെട്ട് പോകും. എന്നാടാ? എന്നാലും അവൾ എന്റെ സ്നേഹം മനസ്സിലാക്കേണ്ട പോലെ ചേട്ടാ. ആര്? ആ മറ്റേ ചോര കൊണ്ട് ലെറ്റർ കൊടുത്ത പെണ്ണില്ലേ അവള് പോലെ പോട്ടാ. നിനക്ക് ഒരു ലൈൻ അടിക്കാവളോ? ഇഷ്ടം പോലെ ലൈൻ വേണം. എനിക്ക് 5-6 ലൈൻ വേറെ ഉണ്ട്. 6 ലൈനോ? എന്റെ ഞങ്ങളുടെ പഞ്ചായത്തിലെ KSEBക്ക് ഇല്ല എത്ര ലൈൻ. എന്നതാ ചേട്ടാ ഇത് ചേട്ടൻ എന്താണ്? അത് ഫോൺ. ഇതെനിക്ക് ആയുധമാണ്. ഇത് വെച്ചാണ് ഞാൻ ഓരോത്തിനെയും വളച്ചുകൊണ്ടിരിക്കുന്നത്. തൊടുപുഴയിലുള്ള മായ എന്ന് പറഞ്ഞൊരു നേഴ്സുണ്ട്. അവൾ അങ്ങ് UK പോകാൻ നിൽക്കുക. അവളോട് ഞാൻ പറഞ്ഞേക്കണം എന്താണെന്നറിയാമോ? അമേരിക്കയിലെ പൈലറ്റാന്ന്. അവള് UK പോണ കൂടെ എന്നെയും കൊണ്ടുപോകും. അയ്യോ അവള് 1 മണിയാകുമ്പോ വിളിക്കും. പറഞ്ഞു നാക്കടത്തില്ല ദേണ്ട വിളിച്ച്. അതെന്തിനാ ലൗഡ് സ്പീക്കറിൽ ഇട്ടത്? ചുമ്മാ ഒരു ഹരായിക്കോട്ടെ. ഹരായിക്കോട്ടെ. ഹലോ ഈ ചായ എന്നെ എടുക്കുവാ? ചൈനോ? ചൈന ഇവിടെ ചുമ്മാ ഇരിക്കുവോ വാവേ? ഇപ്പൊ വാവേ ഞാൻ എന്ത് ചെയ്തോണ്ടിരിക്കുവാന്ന് അറിയാമോ? അമേരിക്കയിലെ യൂക്കാലിസ് മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ നടന്നോണ്ടിരിക്കുക. ആണോ പൊന്നാ? പൊന്നെ എന്തോ എന്നെ എത്ര നാളായി ഒന്ന് കൊഞ്ചിച്ചിട്ട് ഒന്ന് കൊഞ്ചിക്കിച്ചായ. ഇച്ചൈന്റെ വാവ ആരാ? ഞാനാ. ഇച്ചൈന്റെ ചുണ്ണു ആരാ? ഞാനാ. ചുക്കുടു ആരാ? ഞാനാ. കുമ്പുരു പുത്തിരി തെച്ചിരി ആരാ? ചെറുകുടി വെച്ചിരി ആരാ? ചുണ്ടുരു ചുരുവരു പുറ്റിരി അമ്പരി
മിനിറ്റ് എന്നാ വാവ എന്റെ അപ്പന്റെ പ്രായം ഉണ്ടല്ലോ വാവ കളിക്കാൻ വന്നേക്കുന്നു ചായ പറയടി വിടുന്നു എന്തോ ഇച്ചായ നമ്മുടെ കല്യാണം കഴിയുമ്പോഴേ നമുക്കൊരു കുഞ്ഞുണ്ടാവുമ്പോ നമ്മുടെ പേര് ചേർത്ത് ആ കുഞ്ഞിന് പേരിടണം. എങ്ങനെയാണ് വാവ ഉദ്ദേശിക്കുന്നത്? അതെ, ഇച്ചായന്റെ പേരെന്തുവാ? അഖിൽ. എന്റെ പേരെന്തുവാ? മായ. അപ്പൊ നമ്മുടെ കുഞ്ഞിന്റെ പേരെന്താ? എന്നതാ? എടാ സിറിഞ്ച് മോറ അമയ. ആ ഇച്ചായ എന്നാ പതിവ് തെറ്റിക്കാതെ താ. ചേട്ടൻ നിൽക്കുമ്പോ ഞാൻ ഇങ്ങനെ ഉമ്മ കൊടുക്കണത്. ആ അത് കറക്റ്റാ. ഇത്രയും പബ്ലിക്കിന്റെ ഇടയിൽ നമ്മള് സദാചാര ബോധം വേണം. ഇതാണ് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത നമ്മളെ. അതെ ഞരമ്പേ തന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലേ? ഇല്ല. എങ്ങനെ മനസ്സിലായി? ഫോണിന്റെ ഡിസ്പ്ലേ അടക്കം പൊട്ടിപ്പോയത്. ഇച്ചായ അയ്യേ എനിക്ക് ഇത് വേണ്ട. എനിക്ക് ആദ്യം തന്ന ഉമ്മ മതി. ആവതില്ലാത്തൊരു ഉമ്മ ഇച്ചായന്റെ ഉമ്മ പിടിച്ചേ. പിന്നെ വാവ എനിക്ക് ഉമ്മ തന്നില്ല. അയ്യോ എനിക്ക് ഇപ്പൊ തരാൻ പറ്റത്തില്ല. ഞാനേ വാർഡിലേക്ക് പോവാ. എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാ. പാടിയിട്ട് പോവാൻ വാവ ആരാ? മെമ്പറാ. പറയല്ലേ വാവയ്ക്കും. അമ്മച്ചി എന്തിനാടാ കൊച്ചി നിന്നെ തല്ലിയത്? പൈലറ്റ് വന്ന് ഗവൺമെന്റ് ആശുപത്രി പിന്നെ അവൾ ഉമ്മ വയ്ക്കും. അത് ഞാൻ പറഞ്ഞു വന്ന മായ. എടാ ചതിയാ വഞ്ചയാ കാപാലിക. നീ ഒന്നും പറയണ്ടടാ. നീ കള്ളനാ. നീ ചതിയനാ. നീ വരുന്നടാ. നിങ്ങൾ അങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാണ്ട് ആ സിറിഞ്ചെടുത്ത കണ്ണിലേക്ക് ഒരു കുത്ത ജീവിതം വെച്ച് കളിക്കരുത്. വാവ അങ്ങനെയല്ല പറയൂ. വാവനെ ഞാൻ തന്നെ കല്യാണം കഴിക്കും. പറ്റത്തില്ലടാ പറ്റത്തില്ല. ഇനി എന്നെ ദേവിയായിട്ട് കാണുന്ന ഒരാണിന്റെ മുന്നിൽ മാത്രമേ ഞാൻ എന്റെ കഴുത്ത് നീട്ടത്തുള്ള പഞ്ചക. ജീവിതം മായപ്പമ്പരം ഓരോ നേരവും മാറും പമ്പരം പകുതി തിരിയേ സുന്ദരം ഞൊടിയിടയിൽ നൊമ്പരം പണിതരവേ ഭീകരം ഒരു വഴിയാ. അയ്യോ പാവങ്ങളുടെ മോഹൻലാല് കുറച്ചു നേരം ബക്കറ്റി കിടക്കും. അങ്ങനെയല്ല ബാബയുടെ ഇഷ്ടത്തിന് വേണ്ടി കൊല്ലാൻ നോക്കുവാണോ നീ? ബക്കറ്റ് എടുത്ത് ഞാൻ തന്നോട്ട് നിന്റെ പ്രശ്നം മാറും. മാറും. മാറും പമ്പരം അമ്മച്ചിയെ ഇവിടെ ആശുപത്രി. അയ്യോ ബാബ ഞാൻ പറയണ്ടേക്ക് ഞാൻ മാമനെ തന്നെ കല്യാണം കഴിക്കുമോ? കൊച്ചോടെ പോയിട്ട് എടാ പോയിരിക്കേ. എടാ പോയിരിക്കേ. അതിലകം കളി തുടങ്ങിയല്ലോ അങ്ങേരുടെ. എടാ പോയിരുന്ന ഒരു പ്രശ്നമില്ല കേട്ടോ. എല്ലാം ഓക്കെ ആക്കി തരാം. കൊച്ചേ നല്ല ഉറക്കം ചെന്നോട് ഉറങ്ങിക്കോ. ഉറങ്ങിക്കോ. ഇയാൾ ആരാണ്? പിന്നെ ചുമ്മാ കൊച്ചിനെ ഇന്ന് രണ്ടാമത്തെ ലൈനാ പൊട്ടിപ്പോണത്. എന്നാ ചെയ്യുന്നു ഞാൻ ആലോചിക്കുന്നു. കിട്ടി. അയ്യോ എന്നാ ഇവിടെ എന്നാ കൊതു കുത്തിയതാ. എന്റെ ദൈവമേ ഒരാഴ്ചയായിട്ട് ഈ ആശുപത്രിയിലെ മലക്കിടപ്പ് കിടക്കുന്ന ആളാ ഞാൻ. എന്നെ ഒരു കൊതുക് ഇങ്ങനെ സൂപ്പിച്ച് കടിച്ചിട്ടില്ലേ. ഞാനിവിടെ കിടക്കണോണ്ടല്ലേ? എന്നാടി ഇതാണെങ്കിൽ ചുറ്റിയും പോയി. ഈ കൊന്തയെ പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചോ. എന്തിനാ? അവന്റെ തന്ത കൊതുകിന്റെ വേഷത്തിൽ ഗോവയെന്ന് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ കൊതുക് കടിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം. ആ കടിച്ച കൊല്ലരുത്. എന്നിട്ടൊരു കുപ്പിയിലിട്ട് അടച്ചെനിക്ക് താ. കുപ്പിയിലിട്ട് ഇങ്ങനെ വന്നോളൂ. അതൊന്ന് സെറ്റ് ചെയ്ത്. ഏത് കൊതുകിന്റെ കേസോ? കൊതുകിന്റെ കേസാ. പിന്നെ അവിടെ പേടിക്കണ്ട. ഓക്കെ ആപ്പിള് തരാം. ആപ്പിളൊന്നും വേണ്ട. ഒരു പ്രശ്നമില്ല. അവൻ പറഞ്ഞു തന്നെ അറിയാമോ? നീ മാത്രല്ല അവന് 18 ലൈൻ വേറെ ഉണ്ട്. നിന്നെ വെറുതെ തേച്ചുകൊണ്ടിരിക്കാന്ന്. വെറുതെ അവന്റെ പിന്നാലെ കിടന്ന് നടക്കട്ടോ. സത്യം ആണോ? ആണ് ആണ്. പറയുന്നൊക്കെ ഉള്ളതാണ്. ചേട്ടാ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ ചേട്ടാ? എന്നെ ഹെൽപ്പ് വേണ്ട. അല്ല അവിടെ നിന്നാ മതി. അതെ ചേട്ടാ ഒന്ന് പറയേട്ടാ. എനിക്ക് ഇച്ഛനില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് സ്നേഹത്തിനൊരു കുറവില്ലെന്നൊന്ന് പറ. ഒന്നും കുഴപ്പമില്ല. ഇതൊക്കെ നമ്മള് നട അവള് പറഞ്ഞെന്നെ അറിയാമോ? എന്നെ വെറുതെ തേക്കണതാ അവള്. 24 ലൈൻ അവൾക്ക് വേറെ ഉണ്ടെന്ന്. നീ ചുമ്മാ വെറുതെ നടക്കാന്നുള്ള കാര്യമുള്ളൂ. നീ ഈ കേസ് വിട്ടേക്ക്. ആധുനിക ഹംസം
അവൾ അവിടെ നിന്ന് പറയണ ഞാൻ കേട്ടായിരുന്നു. താൻ എന്തിനോടെ ഞങ്ങൾ രണ്ടും രണ്ട് പാത്രത്തിലാക്കാൻ പറ്റും? എന്റെ മായിക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകും. ഞാൻ പറഞ്ഞ മനസ്സിലാക്കി ശരിയാ. എനിക്ക് 6 ലൈൻ വേറെ ഉണ്ട്. ഞാൻ കുറെ പെണ്ണുങ്ങളെ പ്രേമിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ നിന്നെ പ്രേമിച്ചത് ആത്മാർത്ഥമായിട്ട് മാത്രം. നമുക്ക് UK പോയി സെറ്റിൽഡ് ആയി നമുക്ക് കല്യാണം കഴിക്കാൻ മായ. വേണ്ട. പെണ്ണുങ്ങൾ ഇങ്ങനെ ചതിച്ചോണ്ടിരിക്കുന്നത് നിന്നെ എനിക്ക് വേണ്ടടാ. എന്റെ ജീവിതം നായ നക്കി. നിന്റെ ജീവിതം നക്കിയത് നായല്ലടാ, ഈ നിക്കണ മായ. നല്ല ഉഷാറായിട്ടൊരു കൈയടി നസീർക്ക. ആ ഉഷാർ കയ്യടിയോ പോലെ തന്നെ നല്ലൊരു സ്കിറ്റായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ഒരു ഹോസ്പിറ്റലിൽ നമ്മളിവിടെ ഈ സ്റ്റേജിൽ തന്നെ ഒരുപാട് ഹോസ്പിറ്റലുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഹോസ്പിറ്റൽ. പക്ഷേ അതിൻ്റെ അകത്തുള്ള കൗണ്ടറുകളൊക്കെ നല്ല രസമായിരുന്നു. അത് പിന്നെ പ്രദീപ് നല്ല രസമായിരുന്നു. നല്ല ജില്ലായിട്ട് ഒന്ന് ചെയ്തു. മൊത്തത്തിൽ കുഴപ്പമില്ലായിരുന്നു. ഒരു ആവറേജ് ചിരിക്കാനുള്ള ഒരു ചെറിയ സ്കിറ്റ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. അമലെ, പ്രദീപ്, ജാസ്മിൻ നന്നായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു നല്ല ടേക്ക് ഓഫ് ആയിരുന്നു കേട്ടോ. തുടക്കം ഭയങ്കര രസമുണ്ടായിരുന്നു. കാരണം അമലും പ്രദീപും നന്നായിട്ട് കളിച്ച് നന്നായിട്ട് കയറ്റി. കാരണം നമ്മൾ നസീർക്ക് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപാട് സ്കിറ്റുകളിൽ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ഈ ഹോസ്പിറ്റലിൽ 2 രോഗികൾ വരിക, അല്ലെങ്കിൽ ഒരു നേഴ്സ് വരിക, അല്ലെങ്കിൽ കാണാൻ വരുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നു. പ്രദീപിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി ഷേമിങ് തന്നെ ഏറ്റുവാങ്ങുന്ന ആളാണ്. നമ്മളെ തന്നെ കുറച്ച് കാണുന്ന അത് ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ലൊരു കാര്യമാണത്. കാരണം മറ്റുള്ളവർ പറഞ്ഞാലും നമുക്ക് വിഷമമില്ല, നമ്മൾ സ്വയം പറയുക. ഇപ്പം നമ്മളങ്ങനെ ഈ ശ്രീനിവാസൻ ചേട്ടനൊക്കെയാണ് അങ്ങനെ ആദ്യം കൊണ്ടുവന്നത്. ഭയങ്കര രസമാണ്. കാരണം എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചിലവർക്ക് അത് ഇഷ്ടമല്ല. അത് തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. ഈ ഞണ്ടായിട്ട് വന്നിട്ട് അവരുടെ കുടയുടെ ഉള്ളിൽ കയറുന്നതും എന്നെ പറപ്പിച്ച് വിട്ടെന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ നല്ലായിരുന്നു. പിന്നെ ഒരു പകുതി എത്തിയപ്പോൾ എനിക്ക് തോന്നിയത് ഇപ്പോൾ നസീർക്കൊക്കെ പറഞ്ഞോട്ടൊരു ആ ഒരു ഫ്ലോ ഉണ്ടായിരുന്നില്ല അവസാനം വരെ. അവസാനം ക്ലൈമാക്സ് ഒക്കെ ഏകദേശം നല്ല ക്ലൈമാക്സ് ആയിരുന്നു. പിന്നെ ഈ സെൻറ്ററിൽ വന്ന ഒരു ചെറിയൊരു താഴ്ച ഉണ്ടല്ലോ, അതാണ് ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതൊക്കെ തിരുത്തിയിട്ട് നല്ല ഗംഭീരമായ സ്കിറ്റായിട്ട് വരുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നിങ്ങളുടെ ഈ ടീം നിങ്ങൾ ഒരിക്കലും പൊളിയരുത്. നിങ്ങളുടെ ഭയങ്കര പക്കാ സ്ട്രോങ് ടീമാണ്. തുടക്കത്തെ ഡയലോഗ് മുതൽ തന്നെ ആ ഒരു 6th ഗിയറിൽ അങ്ങോട്ട് പോവുക. അത് അവസാനം വരെ ഉണ്ടായിരുന്നു. ഇടയ്ക്കൊരു താഴ്ച ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും. കാരണം നമ്മൾ 50 ഗോള് പിടിച്ചാലും 51ാമത്തെ ഗോള് വിട്ട് കഴിഞ്ഞാൽ എത്ര ഗോള് വിട്ടെന്നല്ലേ ചോദിക്കുള്ളൂ. ആദ്യം പിടിച്ച 50 ഗോളിൻ്റെ പ്രശ്നമില്ല. പിന്നെ ഈ സെൽഫ് ട്രോളിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ തന്നെ ഈ കൊതുകുമെല്ലാം ഞണ്ട് മാത്രമല്ലല്ലോ. ആദ്യം തന്നെ നമ്മൾ എന്താ പറയുന്നത്, ഷട്ടിൽ കോക്ക് എന്ന് പറയുന്നു. അതുപോലെ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ അച്ഛന് മോക്ഷം കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ പട്ടായയിൽ പോകണം, അല്ലെങ്കിൽ ഗോവയിൽ പോകണം. അങ്ങനെ പറയുന്ന കുറേ കൗണ്ടറുകളുണ്ട്. ഫിനിഷിങ് നന്നായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഇതിനകത്ത് പറ്റിയൊരു മായ എന്ന് പറയുന്ന ആ പ്രാസത്തിൽ ഫിനിഷ് ചെയ്ത് വളരെ ഭംഗിയായിരുന്നു. ഏതായാലും നിങ്ങളുടെ ടീം നല്ല സ്ട്രോങ് ടീമാണ്. നല്ല കുറേ കൗണ്ടറുകളുണ്ടായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ആരാണ് ആദ്യം മാർക്ക് കൊടുക്കുന്നത്? ഞാൻ തന്നെ ചെയ്യാം. ഞാനൊരു 13,000 രൂപ. 13,000 രൂപ ഇത് കൊടുത്തേട്ടാ. ഞാനും കൊടുക്കാം ഒരു 13,000 രൂപ. 26,000 രൂപ. പ്രസേട്ടാ അയച്ചോ? കുറച്ചുകൂടെ വേണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വേണം. ടോട്ടൽ എമൗണ്ട് 50,000 രൂപ. അടിപൊളി. 5000 ഒക്കെ മാറിയിട്ട് അടുത്ത ലൈൻ തപ്പി ഇറങ്ങണം കേട്ടോ. ശരി, ഞാൻ പൊളിച്ചോളാം. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001-9001-56. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ. നമ്മൾ സ്കിറ്റ് ഒക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. അതെ, സ്കിറ്റ് മാത്രമല്ല, നമുക്ക് 2 സ്പെഷ്യൽ ഗസ്റ്റോടാണ്. അവർ ഏറ്റവും പുതിയ സിനിമയായ ജങ്കാറിനെ പറ്റി നമുക്ക് കുറച്ചുകൂടെ വിശേഷങ്ങൾ അറിയണ്ടേ? ശരിക്കും എന്താണ് ജങ്കാർ? ജങ്കാർ എന്ന് പറഞ്ഞാല് ഒരു തുരുത്തില് നടക്കുന്ന ഒരു കൺഫ്യൂഷൻ. ചില ആൾക്കാർ വരും, അവര് എന്തൊക്കെയോ മനസ്സിൽ വെച്ചിട്ടാണ് അവിടെ വരുന്നത്. ഓക്കെ. പിന്നെ അവിടെ നടക്കുന്നത് ഇപ്പൊ ഇവിടെ ജീവ ചെയ്യില്ലേ, അതേ പ്രശ്നമാണ് അവിടെയും വരുന്നത്. ഒരു അന്തവും കുന്തവും ഇല്ലാതെ എന്തൊക്കെയോ ചെയ്യുന്നു. അല്ലടാ, അങ്ങനെ എനിക്ക് മനസ്സിലാക്കി തന്നാലല്ലേ നമ്മളെ പ്രേക്ഷകർക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ അതുകൊണ്ടാണ് എനിക്കിട്ട് വെച്ചത്.
അപ്പൊ ഈ തിരുത്തിലേക്ക് വരാൻ വേണ്ടിയാണ് ജങ്കാർ ഉള്ളത് അല്ലേ? അതെ, വേറെ ഒരു വഴിയില്ല. ശേഷം നമ്മൾ 4-ാം തീയതി ജൂലൈ 4 തിയേറ്ററിൽ പോയി കാണുക. ഒരു സസ്പെൻസ് ത്രില്ലറാണ്. നല്ല അടി പിടി കരച്ചിലും റൊമാൻസും ഇനി ഇല്ലാത്ത ഒരു ഇമോഷൻ. 2.5 മണിക്കൂർ ഫുൾ ആടി പോകുകയായിരിക്കും അല്ലേ? ഒരു 2 മണിക്കൂർ, 2.5 മണിക്കൂറും ഇല്ല, 2 മണിക്കൂർ 5 minutes. അതെ അതെ. ഒരുപാട് ആർട്ടിസ്റ്റുകളെ കൊണ്ട് സമൃദ്ധമാണ് ജങ്കാർ. അപ്പൊ സത്യം പറഞ്ഞാൽ ഇതിൽ ഹീറോ ഹീറോയിൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇല്ല, എല്ലാരും ക്യാരക്ടർ ബേസ്ഡ് ആണ്. ആരൊക്കെയാണ് ഇതില് ശബരീഷ് ഉണ്ട്, അപ്പാനി ശരത് ഉണ്ട്, സുധീർ ഏട്ടൻ ഉണ്ട്, നമ്മുടെ സുധീർ കർമ്മന, ഗീതി ചേച്ചി, ഗീതി സംഗീത് ഉണ്ട്, നമ്മുടെ രേണു ഉണ്ട്, ആലിയ ഉണ്ട്, ശ്വേത മേനൻ ഉണ്ട്, ജോബി. അതാണ് ഒരു കുട്ടി നല്ല പ്രമോഷൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വരുമായിരിക്കും. ജോബി പാല നമ്മുടെ എല്ലാവർക്കും അറിയാലോ. ജോബി പാല ഉണ്ട്, അജ്മൽ ഉണ്ട്, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ്. ബിക്കോസ് തുരുത്ത് ആണെങ്കിൽ ആൾക്കാർ വേണം, ഓരോരുത്തർക്കും ഓരോ സ്പേസ് ഉണ്ടല്ലേ. അല്ല, അപ്പൊ ഇതിന്റെ കഥ, സംവിധാനം അതൊക്കെ ഓക്കെ. നമ്മുടെ ഡയറക്ടർ മനോജ് ടി യാദവ്. മൂപ്പര് ഇതിന്റെ മുമ്പ് ഒരു ചെറിയ ഫിലിം തമ്പാച്ചി എന്ന് ചെയ്തിട്ടുണ്ട്. തമ്പാച്ചി. ഇത് കഴിഞ്ഞ് ഒരു വലിയ കമേഴ്ഷ്യൽ ഫിലിം മൂപ്പര് ആദ്യത്തെ ഇത് സിനിമയാണ്. MC ബാബുരാജ് ആണ്, കോഴിക്കോടുകാരനാണ്. മൂപ്പരാണ് നമ്മുടെ പ്രൊഡ്യൂസർ. ഇതില് ഡിസ്ട്രിബ്യൂട്ടർ ആണ് നമ്മൾക്ക് നമ്മൾ തീരെ പ്രതീക്ഷിക്കാൻ, നമ്മൾ ആലോചിച്ച ഒരു 30-40 തിയേറ്റേഴ്സ് കേരളത്തിൽ റിലീസാവും ആൻഡ് എങ്ങനെയെങ്കിലും പോകും. പക്ഷെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ ഷാനു വന്നിട്ടാണ് സിനിമ കണ്ടതും ആൻഡ് മൂപ്പർക്ക് തോന്നി ഇത് ഇങ്ങനെയല്ല, ഇത് ഓൾ ഓവർ എല്ലാ ലാംഗ്വേജസിൽ ഒരേ സമയത്ത് വേൾഡ് വൈഡ് റിലീസാണ് ജൂലൈ 4th. ഐ തിങ്ക് ദാറ്റ്സ് എ ബിഗ് ഓണർ ഫോർ അസ്. പിന്നെ ഇവിടെ കൂടെ വന്ന് നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞപ്പം ഇറ്റ്സ് ബിക്കം മോർ ബിഗർ. അപ്പൊ ഒരുപാട് ആൾക്കാർ ഇത് ഐറ്റം ഞാൻ പറയാൻ വന്നതല്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രേക്ഷകരിലേക്ക് കണ്ട് ജങ്കാർ ഒരു വലിയ ഹിറ്റായി കഴിയുമല്ലോ. അപ്പൊ ഇതിന്റെ സക്സസ് സെലിബ്രേഷൻ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, അതിന് ഇവിടെ വരണം. അതെന്താ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇന്ന് വരാൻ പറ്റാതെ പോയ ശ്വേതാ മേനനെ അന്ന് കുഞ്ഞു കുട്ടിയെ ഒന്ന് കാണണം നമ്മള്. കാര്യം നമുക്ക് ഇവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാരും വന്നു, എല്ലാവർക്കും നമ്മുടെ കുടുംബം അറിയാം. നമ്മൾ ഇന്ന് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ് കാസ്റ്റ് ലിസ്റ്റ് കണ്ടപ്പോ. എന്റെ സങ്കടമായി പോയി. ഇതൊക്കെയാ അല്ല, ഞങ്ങളും പറഞ്ഞായിരുന്നു. ഇവിടെ ഒരാള് പറഞ്ഞാ മതി കേട്ടോ. ഞാനും പറഞ്ഞു. പ്രസാദേട്ടാ പ്രസാദേട്ടനല്ല, നമ്മൾ എബ്രോഡ് മാത്രമേ കാണുള്ളൂ. ഞാൻ ആദ്യമായിട്ട് ഇന്ത്യയിൽ വെച്ച് നിങ്ങളുടെ ആ പടത്തിലെ ക്യാരക്ടർ എന്താണ്? രേണുവിന്റെ എന്റെ ക്യാരക്ടറിന്റെ പേര് മല്ലി. മല്ലി എന്ന് പറഞ്ഞാൽ അതിന്റെ ആ പേര് പോലെ തന്നെ എല്ലാ സ്ഥലത്തും എത്തും. എല്ലാം പ്രശ്നം ഉണ്ടെങ്കിൽ മല്ലി അവിടെ ഉണ്ടാവും. രേണു എവിടേക്ക് എത്തും? എന്റെ പേര് നക്ഷത്ര, ഈ ക്യാരക്ടറിന്റെ പേര്. പിന്നെ എന്റെ ഒരു ക്യാരക്ടർ ലൈക്ക് ഒരു ബ്രദറും ഒരു 2 പേരായിട്ട് മാത്രം താമസിക്കുന്ന, അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവളുടെ ഒരു സർവൈവൽ ഇതിനകത്തുണ്ട്. അതുപോലെ ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടുന്നു. ബാക്കിയുള്ള സംഭവങ്ങളും ഒക്കെ ആയിട്ട് മല്ലിയൊക്കെ ആയിട്ട് അങ്ങ് പോകുന്നു. അപ്പൊ പറഞ്ഞ പോലെ തന്നെ സർവൈവൽ, സസ്പെൻസ്, ത്രില്ലർ. എന്ത് വേണം? എന്തായാലും എനിക്ക് തോന്നണം ഈ നമ്മുടെ വൈപ്പിൻ ഫോർട്ട് കൊച്ചി എന്നുള്ള അവിടെയാണ് ജങ്കാറിന്റെ ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ളത്. 2 ജങ്കാർ ഇട്ടിട്ടും ഇപ്പോഴും ആൾക്കാർ പുറത്തു നിൽക്കുകയാണ്. അതുപോലെ ഈ ജങ്കാറ് നിറഞ്ഞൊഴുകട്ടെ. അങ്ങനെ ആവട്ടെ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടെ വിശേഷം ചോദിക്കാനുണ്ട്. കുറച്ച് റെസ്റ്റ് കൊടുക്കാം. ഒന്ന് ചിരിക്കട്ടെ, റെസ്റ്റ് എടുക്കട്ടെ, കോഫി ഒക്കെ കുടിക്കട്ടെ പ്ലീസ്. താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ ഒരു നല്ല ടീം റെഡി ആയിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞാൽ കയറ്റി വിടാം. മണിക്കൂട്ടൻ ചേട്ടനുണ്ട്, മായ ഉണ്ട്, അനീഷേട്ടനുണ്ട്, ഒരു നല്ല കൈഡി. ഹലോ, മനസ്സിലായി. ഞാൻ മെനിയാത്ത രാവിലത്തെ ഫ്ലൈറ്റിൽ വന്നു. ഉത്സവമൊക്കെ അല്ലേ. പിന്നെ ഇത്തവണ ഞാൻ തന്നെ പല സ്പോൺസറും, ചെണ്ടമേളം, ആന. അയ്യോ, ആനയുടെ കാര്യം പറഞ്ഞപ്പോഴാ. ഒന്ന് ഫോൺ നോക്കിയേ, സദാശിവനെ വിളിക്കട്ടെ കമ്മിറ്റിയിലെ. ഹലോ സദാശിവ. എടാ, വൈകുന്നേരം ആന റെഡിയാവും കേട്ടാ. ആന റെഡിയാണോ? റെഡിയാണ്. അപ്പൊ ആനക്കുള്ള ചെലവും കൂടെ കൊണ്ടുപോകണം. എന്ത്? ഓല, പട്ട,
ഒരു ചാ കരിയുടെ ചോറ് ഇതെല്ലാം കൂടെ ചെലവും കൂടെ ഒരു 10,000 കൂടെ കൊണ്ടുവരണം. ഇലക്ട്രിക് ആനൊക്കെയാ ഇലക്ട്രിക് ആനൊക്കെയാണ് കൊടുക്കുന്നത്. നീ വേണമെങ്കിൽ വീട്ടിലോട്ട് വന്നാൽ ഗൾഫിൽ നിന്ന് ടോർച്ച് ഉണ്ട്. ആ ടോർച്ചിന്റെ ബാറ്ററി ഊരിട്ട് ആനയുടെ വാല് പൊക്കിയിട്ട് കുത്തി കയറ്റി കൊടുത്താൽ ഓടിക്കോളും കേട്ടാ. അല്ല പിന്നെ കലശത്തിനുള്ള സാധനങ്ങളെല്ലാം റെഡി തന്നെ കൊണ്ട് പോകാൻ വേണം. ദൈവമേ ചണ്ടക്കാരെ ഫുഡ് കഴിക്കാൻ മതി. എല്ലാത്തിനും ഞാൻ മാത്രമേ ഉള്ളൂ ഓടാൻ. ഒരാളെ തല്ലാൻ വരുന്ന വരവാ. ഒച്ച പോലെ കടന്ന് ഇഴയാതെ ഇങ്ങോട്ട് വാ മനുഷ്യ, ഒന്ന് ഇങ്ങോട്ട് വാ. കഴിഞ്ഞ ഉത്സവത്തിന് ഓർമ്മയുണ്ടല്ലോ, എന്നെ എന്റെ കൂട്ടുകാരികളുടെ മുമ്പിലും വെച്ചാണ് നിങ്ങളെ പട്ടിയ തല്ലുന്ന പോലെ ഉത്സവ പറമ്പിലിട്ട് ഈ ഷാജി അടിച്ചത്. അതുകൊണ്ട് ഈ ഉത്സവത്തിന് നിങ്ങൾ തിരിച്ചടിക്കണം. അടിച്ചാൽ മാത്രമേ നമ്മൾ തമ്മിലുള്ള കല്യാണം നടക്കത്തുള്ളേ. പിന്നെ അടിക്കുമ്പോ 6 ഇഞ്ചം പൊറിഞ്ചടിക്കണം, കണ്ണി ചോരയില്ലാതെ അടിക്കണം. ഇന്നിവിടെ ചോര പുഴയൊഴുകും. എന്റെ ഭഗവതി, ഇപ്പൊ എന്തിനായിട്ട് പ്രാർത്ഥന? ആ ഒഴുകുന്ന ചോര നിങ്ങളെല്ലാം ഞാൻ മതിയായിരുന്നു. കളിയാക്കണ്ട. കളിയാക്കൊണ്ടേ? കളിയാക്കൊണ്ടല്ല, ഗുണ്ടേ കളിയാക്കണ്ടെന്ന്. എടി ഗിരിയെ തൊട്ടിട്ടുള്ള ആരെങ്കിലും വെറുതെ പോയിട്ടുണ്ടോടി? വെറുതെ ആണോടി ഞാൻ ഈ മീശ വെച്ചേക്കുന്നേ? എന്താ മീശ വെച്ചേക്കുന്നേ? ഡൈ അടിക്കാൻ. അല്ലാതെ പിന്നെ ഈ മീശയും കൊണ്ട് സൈക്കിൾ യജ്ഞം പോലും ഞാൻ കണ്ടിട്ടില്ലേ. കളിയാക്കരുതേ, കളിയാക്കരുതേ, ഗിരിയെ ഇളക്കി വിടരുതേ. ശരിക്കറിയാൻ മേലാത്തോണ്ടാ. ഡയലോഗ് തീർന്നിട്ടും ആക്ഷൻ തീരുന്നില്ലടി. എന്തെന്നെ ആയാലും വേണ്ടില്ല, റോറ്റടിക്ക് അവന്റെ ബോധം പോണം. അത് കണ്ടിട്ട് വേണം എനിക്ക് ധൃതംഗ പൊളകളാവാൻ. ധൃതംഗ പൊള അതെനിക്ക് കിട്ടുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് വീട്ടിൽ പോയി സ്വസ്ഥമായിട്ടായിരുന്നു എഴുതി പഠിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നവനെ അടിക്കാൻ പാ. നിങ്ങൾ ഒരു ഗുണ്ടയാണോ? എനിക്ക് ചൊറിഞ്ഞു കയറി വരുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞ ഉത്സവത്തിന് അവൻ എന്നെ ഒന്ന് ചൊറിഞ്ഞ്, ഇന്ന് ഞാൻ അവനെ മാന്തും. അവൻ എന്നെ പിച്ചിരുന്നെങ്കിലുണ്ടല്ലോ, അവനെ ഞാൻ കടിക്കും. അയ്യേ, ഇതെന്തോ ഒരുമാതിരി നഴ്സറി പിള്ളേര് പറയുന്ന പോലെ. അയ്യേ, അതൊന്നും വേണ്ട, വിട്. നിങ്ങൾക്ക് അവന്റെ കൈ തല്ലി ഓടിക്കാൻ പറ്റുമോ? എന്റെ കൈ തല്ലി ഓടിക്കാനല്ല, ഒടിക്കും. അതല്ലേ നമ്മള് വന്നേ. കൊടു കൈ, കൊടു. മാറങ്ങട്ടെ. ചെന്ന് കൈ ഓടിച്ചിട്ട് വാ. ഒരു ഒറ്റ സെക്കൻഡ്, ഒരു സംശയം. വേറൊന്നുമല്ല, വലത് കൈയാണോ ഇടത് കൈയാണോ? വലത് കൈയേ. എന്താണെന്നറിയോ, ഞാൻ അവിടെ ചെല്ലുന്ന അവന്റെ വലത് കൈ ചവിട്ടി ഞാൻ ഓടിക്കുന്നു. എന്നിട്ട് ഞാൻ തിരിച്ചിവിടെ വരുമ്പോ അയ്യോ അണ്ണാ വലത് കൈയല്ലായിരുന്നു ഇടത് കൈ. അങ്ങനെ തെറ്റിപ്പോകരുത്, അതിനു വേണ്ടിയാണ്. നിങ്ങൾക്ക് എന്തോ അണ്ണ ഈ വലതും ഇടതും കൂടി ഇത്ര കൺഫ്യൂഷൻ? എടി മക്കളെ, നമ്മൾ പറയുന്നതൊക്കെയല്ല, അതായത് വിഷ്വൽ എന്ന് പറഞ്ഞ വേറൊരു ഇഫക്റ്റ് ആണ്. നീ ഇപ്പൊ നമ്മൾ നേരെ നമ്മളിത് നേരെ ഇരിക്കുന്നു ആണോ? നിന്റെ വലതുവശം എവിടെയാണ്? ഇത് എനിക്കിവിടെ. ഇവിടെ കണ്ടോ എഴുതും. എനിക്ക് അവിടെ ചെല്ലുമ്പോ എവനെ എവിടെ നടിക്കണം കൺഫ്യൂഷൻ ആയോ? അത് തെറ്റിപ്പോകരുത് മോളെ. വിട്, നിങ്ങളുടെ ഇടതും വലതും ഒക്കെ അങ്ങ് വിട്. നിങ്ങൾക്ക് മർമ്മം നോക്കി അടിക്കാൻ അറിയാവോ? നീ എന്ത് ചോദ്യം അടിയോനെ? എന്നെ വർത്താനോ അടി മോളെ? ശ്രീകണ്ഠൻ നായർ സാറിനെ വാർത്ത വായിക്കാൻ പഠിപ്പിക്കരുത്. അതെന്തിനാ ഇവിടെ പറയുന്നേ? അല്ല, നമ്മളൊരു ഉദാഹരണമില്ലേ, ഇപ്പൊ ഈ അണ്ണാൻകുഞ്ഞിനെ മരം കയറ്റം അങ്ങനെ. എന്നാ പിന്നെ അത് പറഞ്ഞാ പോരെ? ഞാൻ ഒരു ഫ്രഷ് അടിച്ചതല്ലേ. എത്ര നേരം ഫ്രഷ് അടിക്കും നിങ്ങൾ? അയ്യോ, ഇതെന്തിനാ വാ വലിച്ചു കീറുന്നേ? കോട്ട് വാങ്ങുന്നതാ. നിങ്ങൾ ഇവിടെ കിടന്ന് കോട്ട് വേളാതെ അവനെ പോയി തല്ലേ. അതൊക്കെ പറയടി, നീ ഇത് കേട്ടിട്ട് വേണം അവൻ ഇറങ്ങി വരാൻ. പിന്നെ അത് മതി. അപ്പൊ അവനെ തല്ലാൻ വന്നതല്ലേ? അല്ല, അവൻ ഇറങ്ങി വന്നാൽ എന്നെ കണ്ടിട്ട് ഓടിയാൽ അത് മതി. അവനെ കിട്ടുമോ? പിന്നെ അത് ശരിയാ. എന്നാ പോയി ചെല്ല്. ഏതായാലും നമ്മൾ അടിക്കാൻ പോയില്ലേ, ഒന്ന് പ്രാർത്ഥിച്ചേക്കാം. കൈവേ. ഓക്കെ, അപ്പൊ ഇനി ഒന്നും ആലോചിക്കാനില്ല. ഇടം വലം തിരിഞ്ഞ് നോക്കണ്ട, 100ക്ക് 100. നിങ്ങൾ മെഗാ ഷോ കളിക്കാൻ പോവാ? തളത്തല്ലേ? ഇനിയും കൂടുതലോ? ഹലോ എടാ, 40 പേരല്ലേ? 40 പേരടുത്ത് പെട്ടെന്ന് വരാൻ പറ. ഫുഡ് കൊടുത്തിട്ട് പോകാനുള്ളതാ. പിന്നെ വെജിറ്റേറിയൻ അമ്പലപ്പറമ്പാണ്, നോൺ വെജ് പറ്റൂല. ഇന്ന് അവന്റെ ഫോൺ കൊടുത്തേ. ചെന്നടിക്ക്. എടി, ഒരുത്തൻ ഫോൺ ചെയ്തോണ്ടിരിക്കുന്ന കണ്ടോ? ഞാൻ അവസരം കൊടുക്കണ്ടേ? ഫോൺ ചെയ്ത് തീരട്ടെ. ലാസ്റ്റ് സപ്പർ പോലെ ലാസ്റ്റ് കാളായിരിക്കും. അത് കഴിഞ്ഞ അവനെ അയ്യോ എന്താ മാക്കം. ഹലോ, പെട്ടെന്ന് വാ, എനിക്ക് ഫുഡും കൊടുത്തിട്ട് പോകലുണ്ട്. ആ കലശത്തിനുള്ള കുടമല്ലോ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ആ ശരി, ഓക്കെ. മറന്നോണേ. ഓർമ്മയുണ്ടോടാ? ഓർമ്മയ്ക്കിടക്ക പിന്നെ ആദ്യം കൈ ഇങ്ങോട്ട് നീട്ട്. അമ്പലപ്പുഴ കണ്ണന്റെ പാൽപ്പായസമാണ്. ദൈവകോപം ഉണ്ടാവും, പ്രസാദമാണ്. നീട്ട്. ഒരു പ്രസാദം മേടിക്കുമ്പോ മുണ്ടൊക്കെ ഇങ്ങനെയാണ് കിടന്നത്. അടിച്ചിട്. എന്തോന്ന് ഗിരി ഇത്? കഴിച്ചിട്ട് അമ്പലപ്പുഴ കണ്ണന്റെ പാൽപ്പായസം. എല്ലാ ആരോഗ്യവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാവട്ടെ. കേട്ടാ, കഴിച്ചു. അതാരായിരുന്നു? ഞാൻ കെട്ടാൻ വെച്ചേക്കുന്ന പെണ്ണ. കെട്ടാൻ വെച്ചേക്കുന്ന
ഞാൻ കെട്ടാൻ മാറ്റി വെച്ചേക്കുന്ന പെണ്ണാണ്. എത്താ മാറ്റി വെച്ചേക്കുന്ന. ഹലോ നമസ്കാരം. അല്പം പ്രസാദം. വേണ്ട. അങ്ങനെ കഴിക്കത്തില്ല. അതെന്താ? വേറെ ആരും കൊടുത്താൽ വാങ്ങിക്കത്തില്ല. ഞാൻ അങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്നത്. എനിക്ക് സംശയത്തിലുള്ള ചെറിയ ലോകങ്ങളുണ്ടേ. വല്ലാത്ത രോഗം തന്നെ. അപ്പൊ അപ്പം കൂടി ഇങ്ങോട്ട് പോകാൻ എനക്കുള്ളതും വാങ്ങിയിട്ടുണ്ട്. എനിക്കൊന്നും വേണ്ട. ദേ, എന്നെ പരിചയപ്പെടുത്താനും പായസം കഴിക്കാനാണോ ഇവിടെ വന്നത്? അടിക്ക്. അടിച്ചോണ്ടിരിക്കല്ലേ? ഇത് അടിക്കാനല്ല, പോയി ചോദിക്ക്. ഇനി ചോദിച്ചൊരു കാര്യമില്ല, മൊത്തം തീർന്നു. അത് ഇത് കഴിച്ചോണ്ടിരിക്കാനല്ല, പോയി അടിക്കാൻ. നക്കി തീർന്നെങ്കിൽ ഒരു കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു. എന്തോന്ന്? കഴിഞ്ഞ വർഷം ഉത്സവത്തിന് നീ എന്നെ തല്ലി. ഈ വർഷവും ഞാൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ നിന്നെ തല്ലിയല്ലേ, ഈ വർഷം ഞാൻ തല്ലണമെന്ന് പറഞ്ഞ വേറെ ആരെങ്കിലും നോക്കണേ, സമയമില്ലാത്തതാണ്. വേറെ നോക്ക്. അതല്ല പറഞ്ഞ, ഞാൻ നിന്റെ അടി വരിക്കാൻ നേർച്ചയ്ക്ക് വന്നോ? നിന്നെ ഞാൻ തല്ലാൻ വന്നതാണെന്ന്. തല്ലാൻ വന്നത്? ഇന്നിവിടെ എന്താ നടക്കുന്നത്? ഉത്സവം. ഉത്സവമാണോ? ഒരു ഉത്സവത്തിന് വരുന്ന വേഷത്തിലാണോ നിൽക്കുന്നത്? ഇതെന്തോന്ന് കോലോടായത്? 10 ആള് കൂടുന്ന സ്ഥലമല്ലേ? ആ പെണ്ണിന് നോക്കല്ല അന്തസ്സ ഡ്രസ് ഇട്ട് നിൽക്കുന്നത്. നീ എന്തോന്നാണ് ഇത്? എന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല. ശ്രദ്ധയില്ല, അതാണ് കുഴപ്പം. ഞാന് തന്ത്രിക്ക് വാങ്ങിച്ചു വെച്ചിരുന്ന മുണ്ട. ഒരു കാര്യം ചെയ്യ്, ഇത് കൊടുത്ത മേനയ്ക്ക് നടക്കാൻ. എന്തോ നോക്കിണ്ടിരിക്കുന്നത്? മുണ്ട് പിടി, അതങ്ങോട്ട് അടിച്ചോളാ. എന്താ കയ്യിലേക്ക് കൊടുത്തിട്ട് അമ്പലപ്പറമ്പിൽ ഉത്സവത്തിന് വന്നേക്കുന്നത്? കൊടുത്താ ഉടുക്കടാ, നേരെ ഉടുക്ക്. നേരെ ഉടുക്ക്. ഇങ്ങനാണോ മുണ്ട് ഉടുക്കുന്നത്? ഇങ്ങനാണോ ഉടുക്കുന്നത്? ആ പ്ലീറ്റ് നേരെ പിടി, നേരെ ഉടുക്ക്. നിന്ന് ആ കൈ കാണിച്ച്, ആ കഴിഞ്ഞ് കാണിക്ക്. വെറും കൈയോടെയൊക്കെ അമ്പലപ്പറമ്പിൽ നിൽക്കാന്നൊക്കെ പറഞ്ഞ 25,000 രൂപ വാച്ചാണ് കേട്ടോ. എനിക്ക് സമയം നോക്കാൻ അറിയത്തില്ല. എന്റെ സമയം ആയോ? അതുകൊണ്ടല്ലേ ഇപ്പോഴാണ് ഒരു മനുഷ്യക്കോലം ആയത്. നേരത്തെ 10 പൈസയുടെ കുറവായിരുന്നു, 10 വയസ്സാ കുറഞ്ഞത്. ചെറുപ്പക്കാരനായി. പിന്നെ അന്നാനം കൊടുക്കുക നമ്മുടെ ചെണ്ടക്കാർക്ക്. അപ്പൊ നീ വിളമ്പാനൊക്കെ നിക്കൂലല്ലേ? കഴിച്ചിട്ടേ പോകാം. ഈ ഫുഡ് കഴിക്കാൻ വരുന്നതോടെ ഇലയൊക്കെ അവസാനം കുഴിച്ചിട ഒരു കുഴി എടുക്കണം. ഞാൻ അതിന് പോവാ. കഴിച്ചിട്ടേ പോകാം കേട്ടോ. വിലങ്ങണിയന്റെ കൈക്കകത്ത് ഗോൾഡ് വാച്ച്. എനിക്കിത് കിട്ടണം. അന്നേ ഞാൻ ഉത്സവ പറമ്പിൽ വെച്ചിട്ട് ശപഥം ചെയ്തതാ, നിങ്ങളെ അടിച്ചവനെ തിരിച്ചു തല്ലിയിട്ടേ ഞാൻ നിങ്ങളെ കെട്ടൂന്ന്. ഇനി ഞാൻ കൂട്ടുകാരികളുടെ മുമ്പിലൊക്കെ നാണം കെട്ടില്ലേ? എടി, ഞാൻ എങ്ങനെ തല്ലുന്നത്? ഗോൾഡ് കളർ വാച്ച്, കരയുള്ളതാണ്, തന്ത്രിക്ക് കൊടുക്കാൻ പറ്റുന്ന മുണ്ട്, പാൽപ്പായസം, എങ്ങനെ അയാളെ തല്ലുന്നത്? ഇതേ ദൈവത്തിന്റെ മുമ്പിൽ വെച്ചിട്ടാണേ നിങ്ങളെ പട്ടിയ പോലെ അയാൾ തല്ലിയത്. അടുത്ത വർഷത്തെ ഉത്സവത്തിന് നമുക്ക് തല്ലിയാലോ? അടുത്ത വർഷോ? ഇടി, പകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വീഞ്ഞു പോലാ. അത് കാലം കൂടുന്തോറും വീര്യം കൂടും. നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. ഞാനേ ഏതെങ്കിലും ആണുങ്ങളെ വെച്ച് അവന്റെ നട്ടല് നോക്കി ഞാൻ അടിച്ചോളാം. എന്നിട്ട് നട്ടലുള്ള ഏതെങ്കിലും ആണുങ്ങളെ കെട്ടി ഞാൻ സുഖമായിട്ട് അങ്ങ് ജീവിക്കും. തേങ്ങ നില്ലടി അവിടെ. ഇത് കണ്ട, ഇത് അരിഞ്ഞാണം ടൈറ്റാൻ വേണ്ടി വെച്ചേക്കല്ല. ഇത് ഞാൻ ഊരിയാണ്ടല്ലോ, കുത്തി കൊടലിയാനെ അവൻ എടുക്കും. അറിയാവോ? അവന്റെ കുത്തി കൊടലെടുത്തിട്ട് ഞാൻ വേണ്ട കൊല്ലാനൊന്നും നിക്കണ്ട. ഞാൻ വെറുതെ പറഞ്ഞതാ. തല്ലു കൊടുത്താ മതി. എന്ത് കത്തിയൊക്കെ 30 പേരാണ്. ആര്? ചെണ്ടകൊട്ട് മേളക്കാര്. അതിന് അവർക്ക് ഊണ് കൊടുക്കാൻ ഇല വേണ്ടേ? അപ്പുറത്തെ ഇത് തികയത്തില്ല. അപ്പുറത്തെ പറമ്പിൽ നോട്ടാ ഇലയൊക്കെ ഞാൻ വിട്ടു. നീ ഇപ്പുറത്ത് വന്ന് ഇങ്ങ വന്ന് ഇല വിട്ട കത്തിക്കുക. കഴിഞ്ഞ വർഷം ഞാൻ നിന്നെ ഒന്ന് തല്ലി. അപ്പൊ വൈകുന്നേരം 4 മണിക്ക് എനിക്ക് എഴുന്നള്ളത്തിന് പോകണം. അതിനു മുമ്പ് നിനക്ക് വല്ലോ പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം. പറയാനൊന്നും ഇല്ലടാ, എനിക്കും പ്രവർത്തിക്കാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പറയാൻ വന്നാന്ന് പ്രവർത്തിക്കാൻ തന്നെയാടാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. പിടിക്കടി. മാറിയില്ല അങ്ങോട്ട്. എവിടെ ഭസ്മം? നാല് മണിക്കുള്ള ഘോഷയാത്രയ്ക്ക് ഈ കുടവും കൊണ്ട് ഞാൻ മുന്നിലുണ്ടാവും. ഏതെങ്കിലും ഒരുത്തൻ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോണം. നിനക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവോ? നിനക്കൊണ്ടോടാ? എനിക്ക് ഒരു സന്തോഷം. അതാണ് എന്നെ കൊണ്ട് പറ്റത്തില്ല.
നസീർക്ക കുഴപ്പമില്ലായിരുന്നു. നല്ല ഒരു കണ്ടന്റാണ് എടുത്തത്. പണ്ട് ഉള്ള ഒരു വൈരാഗ്യം തീർക്കാനായിട്ട് വീണ്ടും വരുന്നു. പക്ഷെ ഇടയ്ക്ക് തമാശകളുടെ ഒരു കുറച്ച് ഘോഷയാത്രയായിരുന്നു. ഇല്ലായിരുന്നു. അമ്പലത്തിന്റെ ഘോഷയാത്ര നടക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു പോയത്. ഈ അവനെ അടിക്കണം, വൈരാഗ്യം അതെൻ്റെ ആഗ്രഹമാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇടയ്ക്കിടയ്ക്കെല്ലാം പറഞ്ഞു പോയത്. തമാശ ചില ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ മണിക്കുട്ടൻ്റെ ആ പോർഷൻസൊക്കെ, ആ എൻട്രിയൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ ആ ഒരു പവറിൽ തന്നെ അങ്ങ് കയറിയിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് രസമായേനെ. പക്ഷെ അങ്ങോട്ട് വന്നില്ല. പേടിയിലേക്ക് വന്നപ്പം ഇയാളെ ഭയമാണെന്നുള്ളത് തന്നെ നമുക്ക് ആദ്യം തന്നെ കത്തും. അടിക്കുകയോ ഇല്ല എന്ന് നമുക്കറിയാം. കൂടത്തിൽ കെട്ടാൻ പോകുന്ന പെണ്ണിനുള്ള ആ ധൈര്യം പോലും ഇല്ല എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ ഹിന്റ് തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെയാണ് ഇത് ഇച്ചിരി ഡൗൺ ആയിട്ട്, അതായത് കൗണ്ടറുകളുടെ ഒരു ക്ഷാമം വന്നത് അവിടെയൊക്കെയാണ്. അനീഷ നന്നായിരുന്നു. പ്രത്യേകിച്ച് ഒരുപാടൊന്നും കളിക്കാനില്ലെങ്കിൽ പോലും ഉള്ള ഭാഗങ്ങളെല്ലാം വൃത്തിയാക്കി ചെയ്തു. മായയും കുഴപ്പമില്ലായിരുന്നു. കുഴപ്പം വന്നത് തമാശയുടെ ഭാഗത്തൊരു ചെറിയ കുഴപ്പമാണ് വന്നത്. അത് മാറ്റിയെടുക്കണം. ഓക്കെ, തീർച്ചയായും അപ്പോൾ അടുത്ത പ്രാവശ്യം മാറ്റിക്കൊണ്ട് വരണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ സ്കിറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് അതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നോക്കാൻ പറ്റൂല. അത് വേറെ കാര്യം. പക്ഷേ തമാശകൾ ഉണ്ടായിരുന്നു. പറഞ്ഞ പോലെ നിങ്ങളുടെ നേരത്തെ ഒരു തമാശകൾ കുത്തി നിറച്ചിട്ടുള്ള, ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ കുത്തി നിറച്ചിട്ടുള്ള കൗണ്ടറുകൾ ഉണ്ടായില്ല എന്ന് മാത്രമേ ഉള്ളൂ. മണിക്കുട്ടൻ്റെ ആ ആക്ടിങ് നല്ല രസമുണ്ടായിരുന്നു. റൗഡിയുടെ ആ മാനരസങ്ങളെല്ലാം നമുക്ക് ആ ഫേസിൽ വന്നതും അതുപോലെ ഫിസിക്കലി വന്നതും എല്ലാം നമുക്ക് നന്നായിട്ട് ചിരിക്കാൻ പറ്റിയെന്നിട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നമ്മൾ ആ വിഷ്വൽ അതൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കൂല. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ക്ലൈമാക്സും എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നില്ല. അടിച്ചുള്ള ഒരു ക്ലൈമാക്സ് അല്ലെങ്കിൽ പോലും നല്ലൊരു ആവറേജ്, നല്ല ഒരു ക്ലൈമാക്സ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ അടിയടി പടക്കം പട്ടണ പോലെയുള്ള തമാശകൾ കുറവായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതൊക്കെ നികത്തിയിട്ട് അടിപൊളിയായിട്ടുള്ള നിങ്ങളുടെ പഴയ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കണം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. പ്രസാദ്, ഈ തമാശകൾ കുറഞ്ഞു എങ്കിൽ പോലും നിങ്ങളുടെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. നല്ല തീമും നല്ല പെർഫോമൻസും ആയിരുന്നു നിങ്ങളുടെ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ എന്ന് പറയുന്നത് ആ ട്രാൻസ്ഫോർമേഷൻ. കാരണം പുള്ളി വില്ലനായിട്ട് വന്നിട്ട് പായസം കൊടുത്തു, അങ്ങനെ അത് വാച്ച് കെട്ടിക്കുന്നു, അത് കഴിഞ്ഞ് മുണ്ടുപിടിപ്പിക്കുന്നു, അങ്ങനെ പതുക്കെ പുള്ളിയെ മാറ്റിയെടുക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ. ആ ഏരിയ വളരെ മനോഹരമായിട്ടുണ്ട്. പെർഫോമൻസ് എല്ലാവരുടെയും ഗംഭീരമാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും മൂന്നുപേരുടെയും പെർഫോമൻസിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഏറ്റവും കേരളത്തിൽ അറിയപ്പെടുന്ന നല്ല ബെസ്റ്റ് കോംബോ ടീമാണ്. അതറിയാമല്ലോ. ഒരുപാട് സ്കിറ്റുകൾ നിങ്ങളുടെ മില്യൺസ് യൂട്യൂബിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നിങ്ങളുടെ ഒരു പെർഫോമൻസിനെ കുറിച്ച്, നിങ്ങളുടെ കഴിവിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. എന്നാലും തമാശ കുറച്ചുകൂടെ പവർഫുള്ളായിട്ട് അടുത്ത തവണ വാന്ന് പറയേണ്ടൊന്നുമില്ല. നിങ്ങൾ വരും എന്നറിയാം. അത് അടുത്ത പ്രാവശ്യം നിങ്ങൾ വരും, ഉറപ്പാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു പ്രസാദേട്ടാ. ചേച്ചി എപ്പിടി ഇരുന്നു? നല്ല ഇരുന്നേപ്പാ. അയ്യോ, 3 പേരും നല്ല ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ എന്താ പറയാ, സൂപ്പർ. ടോട്ടലി എൻജോയ് ചെയ്തു. ഐ ലവ് ഓൾ ഓഫ് ദം. സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. മായ ചേച്ചിയുടെ എൻട്രി ഒക്കെ ഭയങ്കര രസമായിരുന്നു. രണ്ടുപേരും അടിപൊളി. ബാക്കി എല്ലാവരും സൂപ്പറായിട്ട് ചെയ്തു. ഞങ്ങൾ കുറേ ചിരിച്ചു. താങ്ക് യു. എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് ആ പൈസ കൊടുക്കൽ ചടങ്ങിലേക്ക് പോവാം. പ്രസാട്ടോ, അപ്പോൾ നമുക്കൊരു 8,000 തുടങ്ങാം. 8,000. 8,000 രൂപ. അടുത്ത ആരാ? നസീർക്കയാ? ഞാനൊരു 7,000 രൂപ. അപ്പോ 15,000 രൂപ ആയിട്ടുണ്ട്. വിജുക്കുട ചേട്ടാ കുറച്ച് ബാക്കി ഞാൻ ഉത്സവമൊക്കെ. ഓക്കെ, അതേ വരുന്നു. ടോട്ടൽ എമൗണ്ട് 40,000 രൂപ. കുഴപ്പമില്ല, പക്ഷെ നമുക്കിത് പോരാ കേട്ടോ. ഓക്കെ കിട്ടേട്ടാ. ബൈ മായ. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24, വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001-9001-56. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. നമുക്ക് സങ്കടമുള്ളൊരു വാർത്ത പറയാൻ പോവാണ് ഗൈസ്. ഇവർ ഇപ്പൊ നമ്മളോട് ബൈ ബൈ പറയാൻ പോവാണ്. നീ കരയണ എന്തിനാ? എനിക്ക് വിഷമമുണ്ട്. ശ്വേത ചേച്ചി, രേണു ബാ. അങ്ങനെ കുറച്ച് സമയം നമ്മൾ ഇവിടെ ഇരുന്നു. ഞങ്ങളുടെ കുടുംബം കണ്ടല്ലോ. സ്കിറ്റ്, അലമ്പ് എങ്ങനെയുണ്ട്? ആദ്യം അത് ചോദിക്കട്ടെ, എങ്ങനെയുണ്ട്? ഭയങ്കര സന്തോഷമുണ്ട് ഇവര് 3 പേരെയും വീണ്ടും കാണാൻ പറ്റിയതിന്. സത്യം പറയാണ്, ബിജുവിനെയും നമ്മുടെ ചേട്ടനെയും
നസീർ ഖാന്റെ കൂടെ ഒരു റൊമാൻറ്റിക് ഡാൻസ് എല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ടിരിക്കുവാടാ. അത് പറ. എല്ലാം കഴിഞ്ഞിട്ട് പരിചയമില്ലാത്തവട്ടാ നിൽക്കണ ഇവിടെ. അതാണ് നമ്മൾ പല വിഷയത്തിലേക്ക് പോകുമ്പോഴേ, അല്ല അപ്പൊ ഈ തിയേറ്റർ പാടം എത്ര അടുത്ത് റിലീസ് ഉണ്ട് എന്ന ക്യാരക്ടറിന്റെ പേര് ആ വിഷയത്തിലേക്ക് നമ്മളെ വിടുന്നില്ല. അല്ല പക്ഷേ ഷേതാജി ഇപ്പൊ ശരിക്കും പറഞ്ഞ എന്താണ് നിന്റെ ഇപ്പുറം നിൽക്കേണ്ടതായിരുന്നു, പക്ഷെ മനപ്പൂർവ്വം ഇപ്പുറം നിൽക്കുകയാണ്. കൊച്ചിനെ അതറിയാം, അവര് വന്നപ്പോ പോലെ കാണുവാ ഞാൻ എന്റെ അടുത്ത് നിൽക്കുന്നതിന്റെ കണ്ണുകടി. മാന്യതയും ബഹുമാനവും കൊടുക്കണോടാ. നമ്മൾ ബിജുവിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ കൂടെ അല്ല. എന്താ പേടിക്കുന്നേ? അല്ല എന്റെ കൂടെ അല്ല, ഷേതാജി ഹീറോയിൻ ആയിട്ടുള്ള പടത്തിൽ കൂടെ ഞാൻ ഉണ്ടെന്നേ ഉള്ളൂ. അല്ല അങ്ങനെയല്ല, എങ്ങനെ പറയല്ലേ, അങ്ങനെ ഞാൻ അങ്ങനെ പറയാറില്ല. ഹീറോയിൻ കോൺസെപ്റ്റ് എനിക്കില്ല. സിനിമ എന്താ കോൺസെപ്റ്റേ ഉള്ളൂ. പിന്നെ ഇപ്പൊ നല്ല കുറെ മോളുടെ വീഡിയോസ് എല്ലാം ഞാൻ കാണാറുണ്ട്. ഡാൻസ് അത് നല്ല സർപ്രൈസ് ആയിരുന്നു. അത് ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പറയാണ്, ബിക്കോസ് ഇറ്റ്സ് എ ഗുഡ് തിങ്. നല്ല ഐ എം സോ ഹാപ്പി. താങ്ക് യു. മോളോട് നമ്മളുടെ അന്വേഷണം പറയാം. അല്ലെ ഷോ കാണാറില്ലേ? ഇത് ഐറ്റം കണ്ടിട്ടുണ്ട്. എന്താണ്? എനിക്കിവിടെ കുറെ ഐറ്റംസ്, എസ്പെഷ്യലി ഇവിടെ ഒരു ദീസ് ബോയ്സ് ഹു കം. പിന്നെ ഇവരെല്ലാരും പത്തനംതിട്ടയാണോ ടീം? സ്കൂൾ ടീം പത്തനംതിട്ട. അത് ഭയങ്കര, എനിക്ക് ഇവിടുത്തെ ചില സ്കിറ്റ്സ് എല്ലാം ഐ റിയലി ലവ്ഡ് ഇറ്റ്. റിയലി ജെന്യുവൻലി ഞാൻ പറയാണ്. പിന്നെ ഇപ്പൊ ഞാൻ കണ്ടില്ലേ, യൂഷ്വലി നമ്മൾ ആ ഭാഗത്ത് നിങ്ങളുടെ സൈഡിൽ ഇരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ കാണാറില്ല. പക്ഷെ ഇന്ന് ഞാൻ പ്രേക്ഷകർ എന്ന നിലയിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഐ റിയലി ലൈക്ക് ഇറ്റ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ അഭിനയിക്കാൻ വന്ന മിക്ക ആൾക്കാരും എനിക്കറിയാം. ഒരുപാട് ചാനൽസിൽ ഇങ്ങനെ പോകുമ്പോൾ ഇവരെല്ലാരും കണ്ടിട്ടുണ്ട്. സന്തോഷം. ഈ രേണുവിന്റെ വീട് എവിടെയാണ്? രേണു ഇതിക്കുമ്പോ ഏത് സിനിമയിൽ അഭിനയിച്ചത്? ഞാൻ ചാലക്കുടിക്കാരൻ ചങ്ങാതി. ഞാനും പ്രസാദേട്ടനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ കരുതി ഞാനും പ്രസാദനും ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ജൂലൈ 4 ജങ്കാർ നമ്മുടെ സിനിമ റിലീസ് ആവുകയാണ്. നമ്മളുടെ ടാഗ് ലൈൻ പറയുന്ന പോലെ തന്നെ എവ്രി പേഴ്സൺ ഹാസ് എ ഫോ ബിഹൈൻഡ് ഇറ്റ്. അപ്പോൾ എല്ലാ ആൾക്കാരും പിന്നിലൊരു ദുഷ്മൻ ഉണ്ടാവാറുണ്ട്, ഒരു എനിമി ഉണ്ടാവാറുണ്ട്. അത് കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും വലിയ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ട്രാവൽ, യാത്ര, സർവൈവൽ. അപ്പോൾ ആ ഒരു ടാഗ് ലൈൻ വെച്ചിട്ട് തന്നെ നമ്മളുടെ ഡയറക്ടർ മനോജ് ടി യാദവ് തന്നെയാണ് കഥ എഴുതിയതും തിരക്കഥ എല്ലാം. നമ്മുടെ സപ്പോർട്ട് പ്ലീസ്, നിങ്ങൾ ഇതുവരെയ്ക്കും നമ്മൾ എല്ലാവർക്കും തന്ന സപ്പോർട്ട് ജൂലൈ 4 തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. രേണു, ജൂലൈ 4 അപ്പോൾ എല്ലാവരും സിനിമ കാണുക. സിനിമ കണ്ടിട്ട് ഉറപ്പായിട്ട് ഞങ്ങളോട് എല്ലാവരോടും അഭിപ്രായമൊക്കെ പറയണം. കാരണം ഇത് ഞങ്ങൾ ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മൂവിയാണ്. ആക്ച്വലി ഇതൊരു സസ്പെൻസ് ത്രില്ലറാണ്. സോ അപ്പോൾ എല്ലാവരും ജൂലൈ 4 സിനിമ കാണുക. അതെ, എല്ലാരും കാണുക. നസീർക്ക? അത് തീർച്ചയായിട്ടും ജൂലൈ 4 മാത്രമല്ല, അത് കഴിഞ്ഞ അങ്ങോട്ടുള്ള ദിവസങ്ങൾ എല്ലാവരും സിനിമ കണ്ടെങ്കിലല്ലേ റെഡി ആവും. സത്യം പറഞ്ഞാൽ സിനിമകൾ തിയേറ്റേഴ്സിൽ പോയി കാണുമ്പോൾ തന്നെയാണ് അത് സിനിമയായി മാറുന്നത്. അതെ. എന്നാലും ഈ നേരത്തെ പറഞ്ഞോട്ട് തന്നെ ഈ ജങ്കാറിന്റെ എല്ലാ ട്രിപ്പുകളും ഹൗസ്ഫുൾ ആവട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് രണ്ടുപേർക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമുക്ക് ഇനി കാണാം. ഓക്കെ, പ്ലീസ് ഒരു നല്ല കൈയടി. അങ്ങനെ കുട്ടികളെ, നമ്മുടെ ഇന്നത്തെ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾ എല്ലാ എപ്പിസോഡിലും ചോദിക്കുന്ന പോലെ നിങ്ങൾ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് മനസ്സോർന്ന് ചിരിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. കറുകച്ചാല് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വന്ന നമ്മുടെ ചേച്ചിമാരെല്ലാം നന്നായിട്ട് ചിരിച്ചിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്. അവര് ഹരിതകർമ്മസേനയിൽ പ്രവർത്തിക്കുന്ന അമ്മമാരും ചേച്ചിമാരുമാണ്. ഇവരെ കൊണ്ടുവന്ന സാറുമാർക്ക് ഒരു പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇവരെ നിങ്ങൾ ഷോ കണ്ടെന്ന് പറഞ്ഞാൽ അവർ പുറത്തിരിക്കുകയാണ്. അപ്പോ നമുക്ക് പോവാട്ടോ. അടുത്ത എപ്പിസോഡിൽ ഇതിൽ ഉഷാറായിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. സൂപ്പർ. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.